വെൽക്കം ഓൾ ടു ലെറ്റ് ചൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ് ചൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വരാൻ പോകുന്ന LDC, LGS, CPO എന്നിങ്ങനെയുള്ള എക്സാമിനേഷൻ ഒക്കെ വേണ്ടിയിട്ടാണ്. അതിന്റെയൊക്കെ ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു സീരീസ് ഉണ്ടായിരുന്നു. അതാണ് 150 ടോപ്പിക്സിന്റെ സീരീസ്. ഈ ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ 150 ടോപ്പിക്സിന്റെ പ്ലേലിസ്റ്റ് ഉണ്ട്, എടുക്കുക. എന്നിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് അതനുസരിച്ച് പഠിക്കാനായിട്ട് നോക്കുക കേട്ടോ. ഇനി അതല്ല എങ്കിൽ നമ്മൾ റിവിഷൻ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതിനെ കൂടെ നിങ്ങൾക്ക് പഠിച്ചു വരാം. ഇന്ന് വൈകുന്നേരം, അതായത് മെയ് 1 രാത്രിയിലെ 8 മണിക്ക് റിവിഷൻ ഉണ്ട്. മെയ് 1 രാത്രി 8 മണിയുടെ റിവിഷൻ എന്ന് പറയുന്ന 150 ടോപ്പിക്സിന്റെ പാർട്ട് 3 and 4 ആണ്. നീതി ആയോഗും മനുഷ്യാവകാശ കമ്മീഷനും ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം അതിൻ്റെ റിവിഷൻ ഇന്ന് 8 മണിക്ക് ഉണ്ടാവും. നിങ്ങൾക്കറിയാം ഇപ്പോൾ ഭയങ്കര ചൂട് കൂടിക്കൂടി വരുന്ന ഒരു അവസ്ഥയാണ്. ഞങ്ങൾ താമസിക്കുന്നിടത്തും ഭയങ്കര ചൂടാണ്. അപ്പോൾ അതിൻ്റെതായ അസ്വസ്ഥതയുണ്ട്. ചൂടൊക്കെ കൂടുമ്പോൾ വല്ലാത്ത തലവേദനയും സിസ്റ്റം യൂസ് ചെയ്യുന്നതുകൊണ്ട് കണ്ണിന് പ്രശ്നവും ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ 2 ദിവസം ഒന്ന് ക്ലാസ് ഡിലേ ആക്കിയത്. കാരണം കുത്തിയിരുന്ന് നോട്ട് പ്രിപ്പയർ ചെയ്യാനുള്ളൊരു അവസ്ഥയല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നമുക്ക് 5 ക്ലാസ് ഉണ്ട്. ഈ 5 ക്ലാസ് നിങ്ങൾ കറക്റ്റായിട്ട് കാണണം. 8 മണിയുടെ ലൈവ് സെഷനിലും പങ്കെടുക്കണം. ലൈവ് സെഷനിൽ വരുന്നവർ പഠിച്ചിട്ടേ വരാവുള്ളൂ, കേട്ടല്ലോ. അപ്പോൾ നീതി ആയോഗ്, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു മനുഷ്യാവകാശ കമ്മീഷൻ, ഇത് രണ്ടുമാണ് പഠിക്കേണ്ടത്. ഇനി ശ്രദ്ധിക്കുക, ഇന്നിവിടെ 150 ടോപ്പിക്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. അതാണ് പല്ല്. പല്ലിൽ നിന്ന് PSC നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. LDC എക്സാമിനേഷൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്, LGSന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ട്. അതേകൂട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കും കൂടിയാണ് പല്ല്. അപ്പോൾ പല്ലിനെ കുറിച്ച് ഞാനിപ്പം എടുത്തിരിക്കുന്നത് പ്രധാനമായിട്ടും SCERT ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്താണ്. SCERT ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ 2 ക്ലാസ്സുകളിൽ 2 സ്റ്റാൻഡേർഡുകളിലെ ടെക്സ്റ്റ് ബുക്കിനെ ക്ലബ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് പല്ലിൻ്റെ ബാഹ്യഘടനയെക്കുറിച്ചും ആന്തരഘടനയെക്കുറിച്ചും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ നല്ലപോലെ കാണുക. അറിയത്തില്ലാത്ത ഭാഗമാണെങ്കിൽ നോട്ട് എഴുതിയെടുക്കുക. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകാം. ശ്രദ്ധിക്കണേ, മനുഷ്യ ശരീരത്തിലെ കാഠിന്യമേറിയ ഭാഗമാണ് പല്ല്. ഇത് PSCന് മുമ്പ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അത്ര സിമ്പിളാന്ന് ഓർത്ത് വിട്ടുകളയണ്ട കേട്ടോ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ ഭാഗമാണ് പല്ല്. ഇനി ദന്തക്ഷയത്തെ കുറിച്ചാണ് പറയുന്നത്. പല്ലിന്റെ ഏറ്റവും ഉപരിതല പാളിയാണ് ഇനാമൽ. വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം, പല്ലിന്റെ ഏറ്റവും ഉപരിതല പാളി ഇനാമൽ. ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥമാണിത്. പല തവണ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥം ഏതാണ്? ഇനാമലാണ്. അതിനെ നശിപ്പിക്കാൻ എളുപ്പമല്ല. ഇനാമലിനെ നശിപ്പിക്കാൻ എളുപ്പമല്ല. മാർബിൾ ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുന്നത് പോലെ കാൽസ്യം സംയുക്തമായ ഇനാമലും ആസിഡുമായി പ്രവർത്തിച്ച് ഇല്ലാതാവും. അപ്പോഴാണ് നമ്മുടെ പല്ലൊക്കെ കേടാവുന്നതും ഡീകേ സംഭവിക്കുന്നതും എല്ലാം. ഇനി പല്ലിൽ എങ്ങനെയാണ് ആസിഡ് കലരുന്നതെന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കുക, പല്ലുകൾക്കിടയിൽ ആഹാരാവശിഷ്ടങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ ബാക്ടീരിയകൾ അതിൽ നിന്ന് പോഷണം നടത്തുന്നു. ഇതിന്റെ ഫലമായി ലാക്റ്റിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടും. ഈ ആസിഡ് ഇനാമലിന്റെ നാശത്തിന് കാരണമാകുന്നു. പല്ലുകൾക്കിടയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആഹാര അവശിഷ്ടങ്ങൾ പല്ലുകൾക്കിടയിൽ പറ്റിപ്പിടിച്ചിരിക്കും. അവ പറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ ബാക്ടീരിയകൾ എന്ത് ചെയ്യും? അതിൽ നിന്ന് പോഷണം നടത്തും. ഇതിന്റെ ഫലമായിട്ട് ലാക്റ്റിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടും. ഈ ആസിഡാണ് ഇനാമലിന്റെ നാശത്തിന് കാരണമാകുന്നത്. മധുരമുള്ള ആഹാര വസ്തുക്കൾ ബാക്ടീരിയകളുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പല്ല് വൃത്തിയാക്കണം, ആഹാരം കഴിച്ചാൽ വായ കഴുകണം എന്നൊക്കെ പറയുന്നത്. ഇനി ഇവിടെ പറയുന്നത് നമുക്ക് പല തരത്തിലുള്ള പല്ലുകളുണ്ടല്ലേ. അതിന് PSC നമ്മളോട് പാൽപ്പല്ലിന്റെ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പാൽപ്പല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിൽക്ക് ടീത്ത് ആണ്. അപ്പൊ എപ്പോഴാണ് നമുക്ക് പാൽപ്പല്ല് ഉണ്ടാവണത് എന്ന് അറിഞ്ഞു വെക്കണം. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാല് ഏകദേശം 6 മാസം പ്രായമാവുന്നത് മുതലാണ് പല്ല് മുളയ്ക്കാൻ തുടങ്ങുന്നത്. ഈ പല്ലുകളാണ് പാൽപ്പല്ലുകൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാല് ആദ്യമായിട്ട്, അതായത് 6 മാസം തൊട്ടൊക്കെ പിള്ളേർക്ക്, ചില പിള്ളേർക്ക് 6 മാസമാകും, ചില പിള്ളേർക്ക് 8 മാസമാകും, ചില പിള്ളേർക്ക് 1 വയസ്സാകും. അപ്പം ഡിപ്പെൻസ് ആണ്. അപ്പൊ ഒരു 6 മാസം പ്രായമാകുമ്പോഴാണ് സാധാരണഗതിയിൽ പല്ല് മുളയ്ക്കുന്നത്. അപ്പൊ അങ്ങനെ ആദ്യമേ മുളയ്ക്കുന്ന ആ പല്ലുകളെ വിളിക്കുന്നതാണ് എന്താ? പാൽപ്പല്ലുകൾ അല്ലെങ്കിൽ മിൽക്ക് ടീത്ത് എന്ന് വിളിക്കും. മുകളിലും താഴെയുമായി 10 വീതം പല്ലുകളാണ് ഉണ്ടാകുന്നത്. 6 വയസ്സ് മുതൽ പാൽപ്പല്ലുകൾ ഓരോന്നായി കൊഴിയാൻ തുടങ്ങുന്നു. പിന്നീട് വരുന്ന പല്ലുകളാണ് സ്ഥിരദന്തങ്ങൾ. ഇവ പൊട്ടിപ്പോവുകയോ പറഞ്ഞു പോവുകയോ ചെയ്താൽ ആ സ്ഥാനത്ത് പുതിയ പല്ലുകൾ ഉണ്ടാകുന്നില്ല. പാൽപ്പല്ല്
കൊഴിഞ്ഞതിന് ശേഷം പുതിയതായിട്ട് രൂപം കൊള്ളുന്നതാണ് സ്ഥിരദന്തങ്ങൾ. സ്ഥിരദന്തങ്ങൾ പൊട്ടിപ്പോവുകയോ അല്ലെങ്കിൽ പറഞ്ഞു പോവുകയോ ഒക്കെ ചെയ്താൽ പുതിയ പല്ലുണ്ടാവില്ല. ഏറ്റവും അവസാനം ഉണ്ടാവുന്നത് അറ്റത്തുള്ള അണപ്പല്ലാണ്. അപ്പൊ ഇവിടെ ഒരു പല്ലിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. പല്ലിന്റെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് ഇനാമൽ എന്ന് പഠിച്ചു. പിക്ചർ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാം. പല്ലിന്റെ ഏറ്റവും പുറമേ വരുന്ന ഭാഗമാണ് ഇനാമല്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥമാണ് ഇത് ഇനാമല്. പിന്നെ ഇവിടെ നമുക്കിത് മോണയ്ക്ക് മുകളിലുള്ള ഭാഗവും കൊടുത്തിട്ടുണ്ട്, മോണയ്ക്ക് താഴെയുള്ള ഭാഗവുമാണ് പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞു നമുക്ക് പലതരത്തിലുള്ള പല്ലുകളുണ്ട് അല്ലെ. വീണ്ടും പല്ലിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഉളിപ്പല്ലുകളുണ്ട്, കോമ്പല്ലുണ്ട്, അഗ്രചർവണകമുണ്ട്, ചർവണകം ഉണ്ട്. 14 വയസ്സുള്ള ഒരു കുട്ടിയുടെ ദന്തനിരയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാൽപ്പല്ല് പോയിട്ട് സ്ഥിരദന്തങ്ങൾ വന്നതാണ് കാണിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ കിട്ടാറുണ്ട്, റെയറായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഉളിപ്പല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിക്ചറിനകത്ത് നിങ്ങൾക്ക് അറിയാം ഉളിപ്പല്ല് ഇരിക്കുന്ന എവിടെയാണ്? നമ്മളുടെ വായ തുറക്കുമ്പം നമ്മുടെ മുകളിലും താഴെയുമായിട്ട് നമുക്ക് എന്തുണ്ട്? ഉളിപ്പല്ലുകളുണ്ട് അല്ലെ. അപ്പൊ മുൻവശത്ത് നമ്മുടെ താഴെയും മുകളിലുമായിട്ട് നമുക്ക് 8 പല്ലുകൾ വരുന്നുണ്ട്. മുകളില് 4, താഴെ 4, അതാണ് എന്ത്? ഉളിപ്പല്ല് എന്ന് പറയുന്നത്. മുൻവശത്തെ താഴെയും മുകളിലുമായിട്ടുള്ള 8 പല്ലുകളാണ് ഉളിപ്പല്ല്. എന്തെങ്കിലും സാധനം കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നതാണ് അല്ലെ. ഇപ്പൊ നമുക്ക് സാധാരണ എന്തെങ്കിലും ഒരു സാധനം കിട്ടുന്ന സമയത്ത് നമ്മളെ കടിച്ചെടുക്കാനായിട്ട് ഈ 8 പല്ലിന്റെ സഹായമാണ് തേടുന്നത്. അപ്പൊ അതാണ് എന്ത്? ഉളിപ്പല്ല്. അടുത്തത് കോമ്പല്ലാണ്. കോമ്പല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട് എവിടാന്ന്? ഉളിപ്പല്ലുകൾക്ക് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി 4 പല്ലുകൾ കാണും. ഉളിപ്പല്ലിന്റെ 2 വശങ്ങളിലുമായിട്ട് മുകളിലും താഴെയുമായിട്ട് കാണപ്പെടുന്ന 4 പല്ലാണ് എന്ത്? കോമ്പല്ല്. ആഹാരവസ്തുക്കൾ കടിച്ചു മുറിച്ച് കീറി കഴിക്കാനൊക്കെ ആയിട്ട് സഹായിക്കുന്നതാണ് എന്താ? കോമ്പല്ല്. ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നതാണ് കോമ്പല്ല്. പിന്നെ നമുക്ക് അഗ്രചർവണകമുണ്ട്. കോമ്പല്ലിന് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി 8 പല്ലുകൾ കാണപ്പെടുന്നു. ഇത് ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. പിന്നെയുള്ളത് ചർവണകമാണ്. ചർവണകം എന്ന് പറഞ്ഞാൽ അഗ്രചർവണകങ്ങളെ തുടർന്ന് മുകളിലും താഴെയുമായിട്ട് നമുക്ക് 12 പല്ലുകളുണ്ട്. ഈ 12 പല്ലുകളും എന്തിനു സഹായിക്കുന്നുണ്ട്? ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. അഗ്രചർവണകം, ചർവണകം എന്നീ വിഭാഗങ്ങളിലുള്ള പല്ലുകളെ നമ്മൾ എന്ത് വിളിക്കും? പൊതുവെ അണപ്പല്ലുകൾ എന്ന് പറയും. പ്രായപൂർത്തിയായവരിൽ ആകെ 32 പല്ലുകൾ കാണുന്നു. 32 പല്ലൊന്നും കേട് വന്നിട്ട് നശിച്ചു പോകാത്തവരുടെ കാര്യമാണ് പറയുന്നത്. നോർമലി 32 പല്ലാണ് എന്ത്? പ്രായപൂർത്തിയായവർക്കുള്ളത്. അപ്പൊ നമ്മൾ ഇത് പഠിക്കുമ്പോൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാല് ഇനാമല് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. പിന്നെ ഉളിപ്പല്ല്, ഈ കോമ്പല്ല്, ചർവണകം, അഗ്രചർവണകം, ഇതൊക്കെ എന്താണ് എന്നൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പൊ പല്ല് ഇമ്പോർട്ടന്റ് ആണ്. പാൽപ്പല്ല് എത്ര വയസ്സ് തൊട്ടാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മതി. പല്ലിന്റെ ബാഹ്യഘടനയാണ് നമ്മൾ കണ്ടത്. ഇനി ആന്തരഘടനയെ കുറിച്ച് കൂടി നമുക്ക് മനസ്സിലാക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇനാമല് ആദ്യം നമ്മൾ പറഞ്ഞായിരുന്നു അതിന്റെ ഒരു ബാഹ്യ പാളിയാണെന്ന് പറഞ്ഞല്ലേ. ഇനാമലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇനാമലിന്റെ നിറം വെള്ള നിറമാണ്. പല്ലിലെ കടുപ്പമേറിയ ഭാഗമാണ്. ഇനാമല് നിർജീവമാണ്. അപ്പൊ ഓർത്തു വയ്ക്കുക, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ ഭാഗമായ ഇനാമലിന്റെ നിറം വെള്ളയാണ്, അത് നിർജീവമാണ്. അടുത്തത് ഡെന്റൈൻ ആണ്. ഡെന്റൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെന്റൈൻ. ഓക്കെ, പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെന്റൈൻ. നെക്സ്റ്റ് പൾപ്പാണ്. പൾപ്പ് ക്യാവിറ്റിയിൽ കാണുന്ന മൃദുവായ യോജക കലയാണ്. രക്തക്കുഴലുകളും ലിംഫുവാഹികളും നാഡീതന്തുക്കളും കാണപ്പെടുന്നു. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം പല്ലിന്റെ പൾപ്പ് ഈ റെഡ് കളർ, ഈ ഫസ്റ്റ് പിക്ചർ യെല്ലോയുടെ അകത്തായിട്ടിരിക്കുന്ന റെഡ് കളർ കണ്ടോ, അതിനകത്ത് കാണുന്നതാണ് ഇതാണ് പൾപ്പ്. അപ്പൊ പൾപ്പ് ക്യാവിറ്റിയിൽ കാണപ്പെടുന്ന മൃദുവായ യോജക കലയാണ്. രക്തക്കുഴലുകളുടെ, ലിംഫവാഹികളുടെ, നാഡീതന്തുക്കളോടെ കാണപ്പെടുന്നു. ഡെന്റൈൻ എന്ന് പറയുന്ന അതിന്റെ മുകളിൽ കാണപ്പെടുന്ന യെല്ലോ പാർട്ടാണ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ്. ഇനാമൽ ഏറ്റവും പുറത്ത് കാണപ്പെടുന്ന ഒരു പാളി. സിമന്റത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കലയാണ് സിമന്റം. അപ്പൊ പല്ലിനെ മോണയിലെ കുഴികളിൽ ഉറപ്പിച്ചു നിൽക്കുന്ന കാൽസ്യം അടങ്ങിയ യോജക കലയാണ് സിമന്റം. ഇതാണ് പല്ലിന്റെ ആന്തരഘടന. ആന്തരഘടനയിൽ നിങ്ങൾ ഇനാമലും ഡെന്റൈനും സിമന്റവും പഠിക്കണം. സൗണ്ട് ഡിസ്റ്റർബൻസ് അത്യാവശ്യമുണ്ട്. ഒരുപക്ഷെ ക്ലാസ്സിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റിയേക്കും. അത്
പക്ഷേ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ക്ലാസ് എടുക്കാതിരുന്നാൽ നിങ്ങൾക്ക് ക്ലാസ് അവൈലബിൾ ആവില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്ത് പറ്റി എന്ന് ചോദിച്ച് കമൻറ്റ് വന്നുകൊണ്ടിരിക്കും. സോ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട്, പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല കേട്ടോ. പിന്നെ ഇപ്പം നമ്മൾ ഇതിനകത്ത് പഠിച്ചവർ നിങ്ങൾ ഇനാമൽ പഠിക്കണം, സിമെൻറ്റം പഠിക്കണം, ഡെൻറ്റൈൻ പഠിക്കണം. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മനുഷ്യനിലെ സ്ഥിരതന്ത്രങ്ങളുടെ എണ്ണം എന്നൊക്കെ പറഞ്ഞ് പണ്ട് LGS എക്സാമിനേഷനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പഠിപ്പിച്ച പാർട്ട് നന്നായിട്ട് പഠിക്കുക. നമുക്കിനി അടുത്ത സെഷനിൽ കാണാം. താങ്ക്